ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ പരസ്പരം പഴിചാരി സിപിഐഎമ്മും ബി.ജെ.പിയും. സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടും ഇടപെടാത്തതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് സിപിഐഎം ആരോപിച്ചു. കോർപ്പറേഷൻ അഴിമതികൾക്കെതിരെ പോരാടിയ ഒരാളെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് അനിലിന്റെ ജീവൻ കവർന്നതെന്ന് ബി.ജെ.പിയും ആരോപിക്കുന്നു. സാന്ത്വന സാജു നൽകും വിശദാംശങ്ങൾ. സാന്ത്വന, ഈ ഒരു ആത്മഹത്യക്ക് ശേഷം തന്നെ ഈ ഒരു വിഷയം വലിയ ചർച്ചയായി മാറുകയും വിവാദത്തിലേക്ക് പോവുകയുമാണോ? ഇതിപ്പോൾ എന്താണ് പരസ്പരം പാർട്ടികൾ ആരോപിക്കുന്നത്? കീർത്തന, റോഷ്നി, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുമല വാർഡിലെ കൗൺസിലറായ അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തൈക്കാട് ശാന്തികവാടത്തിലായിരിക്കും സംസ്കാരം നടക്കുക. രാവിലെ ഇപ്പോൾ ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലടക്കം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാരം. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബി.ജെ.പി നിലവിൽ പറയുന്നത് വളരെ സജീവമായി കോർപ്പറേഷനിലടക്കം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അനിൽകുമാർ. അതുമാത്രമല്ല, ഈ കോർപ്പറേഷന്റെ പല അഴിമതിക്കെതിരെയും ശബ്ദമുയർത്തിയ ഒരാൾ കൂടിയായിരുന്നു. അതിന്റെ ഒരു വൈരാഗ്യത്തെ തുടർന്ന് CPM-ഉം പോലീസും ചേർന്ന് അദ്ദേഹത്തിനെതിരെ ഒരുക്കിയ ഒരു കെണിയാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇതിൽ ബി.ജെ.പി ആരോപിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ കേസില്ലാതിരുന്നിട്ട് കൂടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഏതാണ്ട് 5 ലക്ഷം രൂപ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അദ്ദേഹത്തിനെതിരെ കേസൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 5 ലക്ഷം രൂപ നൽകിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഭീഷണി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇന്നലെ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റായ കരമന ജയൻ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ CPM-ന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ CPM പറയുന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു സൊസൈറ്റിയുമായൊക്കെ ബന്ധപ്പെട്ട്. അത് ബി.ജെ.പി അറിയിച്ചിട്ടും ഒരു തരത്തിലുള്ള നിലപാട് ബി.ജെ.പി എടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബി.ജെ.പി നേതാക്കളുടെ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും അന്വേഷിക്കണമെന്നാണ് CPM-ന്റെ ആവശ്യം. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കാനിരിക്കുകയാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ബി.ജെ.പി അടക്കം കടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. സാന്ത്വന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.